الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, ഉണർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകുറ്റങ്ങളും പാപങ്ങളുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടോ? അള്ളാഹു അതെല്ലാം അവൻ്റെ കരുണ കൊണ്ട് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗികളായി വീടുകളിൽ, ആശുപത്രികളിൽ കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു ആജിലും മുസ്തമിറുമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ അള്ളാഹു അവരുടെയും നമ്മുടെയും പ്രയാസങ്ങൾ മാറ്റുകയും ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ ശരീഅത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതയും സൗന്ദര്യവും അത് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നു എന്നുള്ളതാണ്. കേവലം ഏതെങ്കിലും ഒരു മേഖലയെ മാത്രം ചർച്ച ചെയ്യുകയും അതിൽ മാത്രം ശ്രദ്ധ ഊന്നുകയും ബാക്കിയുള്ളതിനൊക്കെ അവനവൻ്റെ ഇഷ്ടപ്രകാരം എന്ന നിലക്ക് ഒരിക്കലും ശരീഅത്ത് കൈയൊഴിഞ്ഞിട്ടില്ല. സാമ്പത്തിക മേഖലയായാലും വൈവാഹിക മേഖലയായാലും കുടുംബജീവിതമായാലും വ്യക്തിജീവിതമായാലും രാഷ്ട്രീയമായാലും എല്ലാത്തിലും പരിശുദ്ധമായ ദീൻ അതിൻ്റെ അടിത്തറയും അതിൻ്റെ അടിസ്ഥാനവും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എളുപ്പമാണ്. ഒരു പുതിയ അന്വേഷണത്തിൻ്റെയും പുതിയ ഗവേഷണത്തിൻ്റെയും ഗഹനമായ പഠനങ്ങളുടെയും ഒന്നും തന്നെ ആവശ്യമില്ല. നിലവിൽ നമ്മുടെ കയ്യിലുള്ള ശരീഅത്തിൻ്റെ സ്രോതസ്സുകൾ നമ്മൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടുന്ന അധ്വാനം മാത്രമേ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ. ആ നിലയിൽ നമ്മൾ നോക്കിയാൽ എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലും ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രധാനപ്പെട്ടൊരു കാര്യമാണ് യാത്ര എന്ന് പറയുന്നത്. യാത്ര ചെയ്യാത്ത ആരും തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. ദിനേന യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്, മാസത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്, വളരെ ദൂരം രാജ്യങ്ങൾക്ക് ഇടയിൽ യാത്ര ചെയ്യുന്ന ആളുകൾ, അങ്ങനെ പല രീതിയിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ നമ്മുടെ സാധാരണ ഒരു പ്രവർത്തനം പോലെ യാത്രയും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധമായ ശരീഅത്ത് എങ്ങനെയാണ് യാത്രയെ കണ്ടത്? യാത്രയുമായി ബന്ധപ്പെട്ട് എന്താണ് ശറഇൻ്റെ ഒരു വീക്ഷണവും അതിൻ്റെ കാഴ്ചപ്പാടും എന്ന് മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധമായ ഈ ദീനിൻ്റെ ആഴവും ഉൾക്കാഴ്ചയുമാണ് നമുക്ക് ബോധ്യപ്പെടുക. അല്ലാഹു തആല ഖുർആൻ ഷരീഫിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു പറയുന്നു, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ, അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പാകത്തിൽ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ഭൂമിൻ്റെ അകത്തളങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം പ്രതിഭാസങ്ങളുണ്ട് എന്നൊക്കെ നമ്മളൊക്കെ സ്കൂൾ കാലഘട്ടങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. വളരെയേറെ തീവ്രതയിലും അഗ്നിയും അതുപോലെ തന്നെ ടെമ്പറേച്ചറും ഒക്കെയാണ് ഭൂമിൻ്റെ ഉൾഭാഗത്തുള്ളത്. പക്ഷെ അതൊന്നും തന്നെ നമുക്ക് ഭൂമിയുടെ ഉപരിതലത്തിൽ യാത്ര ചെയ്യുന്നതിനോ ഭൂമിയുടെ ഉപരിതലത്തിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നതിനോ ഒന്നും തന്നെ നമുക്ക് ബാധിക്കാറില്ല. നമ്മളിപ്പോൾ ഈ കുടികൊള്ളുന്ന ഈ സ്ഥലം ഇതിൻ്റെ നേരെ താഴിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഭൂമിൻ്റെ ഉള്ളിലുള്ള ലെയറുകളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ഒരു ബുദ്ധിമുട്ടും നമ്മൾ അറിയുന്നില്ല. അതിൻ്റെ ശബ്ദകോലാഹലങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റെന്തെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങളോ ഒന്നും തന്നെ നമ്മൾ അറിയുന്നില്ല. അതാണ് അള്ളാഹു പറഞ്ഞത്, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ, അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയെ നിങ്ങൾക്ക് അനുകൂലമാക്കി സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലാക്കി തന്നു.
അതുകൊണ്ട് തന്നെ ഫംഷു ഫി മനാകിബിഹ, അതിൻ്റെ വഴികളിൽ കൂടി, അതിൻ്റെ തെരുവുകളിൽ കൂടി, ഭൂമിയുടെ പാതകളിൽ കൂടി നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളുക. വകുലൂ മിർ റിസ്ഖിഹി, അള്ളാഹു നിങ്ങൾക്ക് ഏർപ്പാടാക്കി തന്നിരിക്കുന്ന റിസ്കിൻ്റെ വഴികൾ. ഒരുപക്ഷെ അത് നിങ്ങളുടെ പ്രദേശത്ത് ലഭിക്കുന്നതായിരിക്കുകയില്ല, അത് ലഭിക്കുന്നതിന് വേണ്ടി മറ്റ് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പോകേണ്ടി വരും. അങ്ങനെ നിങ്ങൾക്ക് പോകുന്നതിന് വേണ്ടി അള്ളാഹു തആല ഈ കാര്യങ്ങളൊക്കെ ഒരുക്കി തന്നിരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ നമ്മോട് പറയുകയുണ്ടായി. രണ്ട് രീതിയിലുള്ള യാത്രകളാണ്. ഒന്ന് ശരീരം കൊണ്ട് ചെയ്യുന്ന യാത്ര, രണ്ട് മനസ്സുകൊണ്ട് ചെയ്യുന്ന യാത്ര. മനസ്സുകൊണ്ട് യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗതിക ലോകത്തു നിന്നും ഹൃദയം അള്ളാഹുലേക്ക് യാത്ര ചെയ്യലാണ്. നമ്മൾ ജീവിക്കുന്നത് ദുനിയാവിൽ തന്നെ ആയിരിക്കും, പക്ഷെ അയാളുടെ ചിന്തയും ആലോചനകളും എപ്പോഴും അദൃശ്യമായ കാര്യങ്ങളിലും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തകളിലും ഒക്കെയുള്ള ആ രീതിയിൽ യാത്ര നടത്തുന്ന ആളുകളുണ്ട്. ആ യാത്രയാണ് ഏറ്റവും ശ്രേഷ്ഠമായ യാത്ര. രണ്ടാമത്തെ യാത്രയാണ് നമ്മൾ ഈ പറയും പോലെ ശരീരം കൊണ്ടുള്ള യാത്ര. ആ യാത്രയെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും മറ്റുമൊക്കെ വിഭജിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പല രീതിയിൽ മനസ്സിലാക്കും. ഒന്നാമത്തെ യാത്ര എന്ന് പറയുന്നത് വാജിബായ യാത്രയാണ്. ചില യാത്രകൾ ചെയ്യൽ നിർബന്ധമാണ്. ആ യാത്ര ചെയ്തില്ല എങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ കുറ്റക്കാരനാണ്. അതേത് യാത്രയാണ്? ഒന്ന് കസഫരിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി യാത്ര പോകൽ. അള്ളാഹു നമുക്കൊക്കെ മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യാത്ര ചെയ്യാതെ ഒരു കാരണവശാലും നമുക്ക് മക്കത്തുൽ മുക്കറമയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റുകയില്ല. അതുകൊണ്ട് ആ യാത്ര നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ യാത്രയാണ്. ഒരാൾക്ക് ഹജ്ജിനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, ആരോഗ്യമുണ്ട്, ബാക്കി സൗകര്യങ്ങളുണ്ട് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ ഹജ്ജിന് പോവുക എന്ന് പറയുന്നത് നിർബന്ധമാണ്. ആ യാത്രയും അനിവാര്യമാണ്. വൽ ജിഹാദി, അതുപോലെ ജിഹാദിന് വേണ്ടിയിട്ടുള്ള യാത്ര. സാഹചര്യം അനുകൂലമാകുന്നു, ഇസ്ലാം ജിഹാദിന് പറഞ്ഞിട്ടുള്ള എന്തെല്ലാം നിബന്ധനകളുണ്ടോ, മുസ്ലിം രാഷ്ട്രമാവുക, ഇസ്ലാമിക ഭരണകൂടമാവുക, അവിടെ അമീർ ഉണ്ടാവുക, ജിഹാദിൻ്റെ ഷർത്തുകൾ ഒക്കുക, ഈ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ജിഹാദ് ചെയ്യുന്ന നിർബന്ധമാണ്. അത് ചിലപ്പം അവൻ്റെ പ്രാദേശിക തലത്തിൽ ജിഹാദായിരിക്കാം, ചിലപ്പോൾ മറ്റു നാടുകളിലേക്ക് യാത്ര ചെയ്തു പോയി ജിഹാദ് ചെയ്യേണ്ടി വരും. ആ രീതിയിലുള്ള ജിഹാദ് വന്നു കഴിഞ്ഞാൽ ആ യാത്രയും അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. വതലബുൽ ഇൽമി, അതുപോലെ അറിവ് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്ര. നമുക്കറിയാം അറിവ് രണ്ട് രീതിയിലാണ്. ഒന്ന് വാജിബായ ഇൽമുണ്ട്, സുന്നത്തായ ഇൽമുണ്ട്. വാജിബായ ഇൽമു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പഠിക്കൽ അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഉദാഹരണം, ഞാനൊരു കച്ചവടക്കാരനാണെങ്കിൽ ആ കച്ചവടവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിധിവിലക്കുകളുണ്ടോ അത് ഞാൻ പഠിക്കൽ നിർബന്ധമാണ്. ബാക്കി എല്ലാം പഠിക്കൽ നിർബന്ധമൊന്നുമില്ല. നിസ്കാരത്തിൻ്റെ എല്ലാ വിധിവിലക്കുകൾ പഠിക്കൽ നിർബന്ധമാണ്. കാരണം നിസ്കാരം ഫർദ് ഐനാണ്, ഓരോരുത്തർക്കും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ അൽഹംദുലില്ലാ നമ്മുടെ നാടുകളിലൊന്നും ആ ഒരു അവസ്ഥയില്ല. നമുക്ക് അൽഹംദുലില്ലാ പണ്ഡിതന്മാരും ഇൽമ് നേടാനുള്ള വഴികളുമൊക്കെ നമ്മുടെ മുമ്പിൽ സുഭിക്ഷമായതുകൊണ്ട് തന്നെ, വളരെയേറെ ലഭ്യമായതുകൊണ്ട് തന്നെ ഇൽമ് നേടുന്നതിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് യാത്ര ചെയ്തു പോകേണ്ട ഒരു സാഹചര്യം ഒന്നും നമ്മുടെ മുമ്പിലില്ല. എന്നാൽ നമ്മൾ പൂർവ്വകാലത്തൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഉമ്മമാർ അവരുടെ മക്കളെ 7 വയസ്സാകുമ്പോഴേക്കും 10 വയസ്സാകുമ്പോഴേക്കൊക്കെ തന്നെ ഇൽമ് പഠിക്കുന്നതിന് വേണ്ടി വലിയ മഹാന്മാരുടെ അടുക്കൽ, വലിയ കഴിവുള്ള പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് അവർ പോയി അവരവിടെ നിക്ഷേപിച്ചിട്ടാണ് വരിക. നിക്ഷേപിച്ചിട്ട് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ കുട്ടിയെ അവർക്ക് വലിയ പണ്ഡിതനായി തിരിച്ചു കിട്ടുന്നത്. അപ്പം ഇങ്ങനെ വാജിബായ ചില യാത്രകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ആ യാത്ര ചെയ്യൽ നമ്മൾ നിർബന്ധമാണ്. ആ യാത്ര ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ കുറ്റക്കാരായി തീരുമെന്നുള്ളതാണ്. രണ്ടാമത്തെ യാത്ര മുസ്തഹബായ യാത്ര എന്ന് പറഞ്ഞാൽ കൂലി കിട്ടും ആ യാത്രക്ക്. ഏതാണ് അതിന് ഉദാഹരണം പണ്ഡിതന്മാർ എഴുതിയിരിക്കുന്നത്? കസിയാറത്തുൽ ഇഖ്വാൻ, നമ്മുടെ കുടുംബക്കാരെ സന്ദർശിക്കൽ പോലെ, നമ്മുടെ സഹോദരന്മാരെ സന്ദർശിക്കൽ പോലെ. ചിലപ്പോൾ വീടൊക്കെ വെച്ച് മറ്റേതെങ്കിലും സ്ഥലത്തായിരിക്കും താമസിക്കുന്നുണ്ടാവുക. നമ്മളവിടെ പോകണം, നമ്മളവരെ കാണണം. ഏതെങ്കിലും ഫംഗ്ഷന് വന്നിട്ട് എല്ലാവരും ഒരുമിച്ച് കാണട്ടെ എന്നതിൽ നിന്നും മാറിയിട്ട് നമ്മൾ അവരുടെ വീടുകളൊക്കെ സന്ദർശിക്കാൻ വേണ്ടി മാസത്തിൽ 1-2 ദിവസങ്ങളൊക്കെ നമ്മൾ നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. പുതിയ ലോകത്ത് സോഷ്യൽ മീഡിയ കടന്നു വന്നപ്പോൾ കുറേ ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡിജിറ്റൽ കണക്ഷൻ എല്ലാ ആളുകൾക്കും ഇടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു മുഖത്തോട് മുഖം നോക്കിയിരുന്ന് സുഖവിവരങ്ങൾ ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്തിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ബോണ്ട് അത് വളരെയേറെ നമ്മൾക്കിടയിൽ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ മറ്റൊരു സഹോദരനെ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ സവാബ് പ്രതീക്ഷിക്കുന്നുണ്ട്. നബി തങ്ങൾ പറയുണ്ടായി, അങ്ങനെ പോകുമ്പോൾ മലക്ക് വിളിച്ചു പറയും, ബി അൻ തിബ്ത, നിന്റെ നടത്തം, നിനക്ക് മംഗളാശംസകൾ, വതാബത്ത് മംഷാക്ക, നിന്റെ നടത്തം എത്രയോ പരിശുദ്ധമായിരിക്കുന്നു. നീ അള്ളാഹുവിന് വേണ്ടി നിന്റെ സഹോദരനെ കാണാൻ പോയതിൻ്റെ പേരിൽ വതബവ്വഅത മിനൽ ജന്നതി മൻസിലൻ, നിന്റെ
നിനക്ക് സ്വർഗത്തിൽ നിനക്ക് വേണ്ടി ഒരു ഭവനം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവർ, നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാ ആളുകളും നല്ല ഉഷാറിലും സന്തോഷത്തിലൊക്കെ ആയിരിക്കും. വീടുകളിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് നമ്മളെ ബന്ധുക്കളുടെ അവസ്ഥകൾ മനസ്സിലാക്കൽ. ചിലപ്പോൾ അവർ സാമ്പത്തികമായി വലിയ പ്രയാസത്തിലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ അടുപ്പിൽ തീ പുകഞ്ഞിട്ട് ദിവസങ്ങളായിരിക്കും. ഇതൊന്നും ആരും പുറത്തറിയിക്കുന്ന കാര്യങ്ങളല്ല, അവർ മാന്യതൻ്റെ പേരിൽ അവർ ഉള്ളിൽ തന്നെ വെച്ചിരിക്കുന്ന കാര്യമാണ്. മറ്റു ചില ആളുകൾ ഒരു പക്ഷേ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ജീവിതത്തിൻ്റെ നൈരാശ്യം കൊണ്ട് ഒരു പക്ഷേ ആത്മഹത്യക്ക് വേണ്ടി വരെ തിരഞ്ഞെടുത്തിരിക്കുന്ന അവസ്ഥകൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം. ഇതൊക്കെ എങ്ങനെ അറിയും? ഇതൊന്നും ആരും സ്റ്റാറ്റസ് ഇട്ടിട്ട് ജനങ്ങൾ അറിയിക്കില്ല, നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും ആക്സസ് ആയിട്ടുള്ള നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ ഈമാനിൻ്റെ പേരിലുള്ള നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ, ഇവരിലേക്കുള്ള യാത്ര ഇത് വളരെ പുണ്യമേറിയ യാത്രയാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ യാത്രക്ക് നമുക്ക് കൂലിയും കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ സാരം. മൂന്നാമത്തെ യാത്ര സഫറുൽ ഹറാമുൻ, നിഷിദ്ധമായ യാത്രയാണ്. ആ യാത്ര ചെയ്യാൻ തന്നെ പാടില്ല. ആ യാത്ര പോയാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ കുറ്റക്കാരനായി തീരും. അള്ളാഹു അത്തരത്തിലുള്ള യാത്രകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതേതാണ് കസ്സഫറിൽ മആസി, തെറ്റുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്ര, പാപകർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്ര. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ അറിയാം ആളുകൾ പല രീതിയിൽ ചിന്തിക്കുന്ന ഒരു കാലം, പ്രത്യേക കാലത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ചില സാധനങ്ങളൊന്നും ചില കാര്യങ്ങളൊന്നും നമുക്ക് നാട്ടിൽ കിട്ടൂല, അല്ലെങ്കിൽ നാട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കൂട്ടുകാരൊക്കെ ഫണ്ടിട്ട് കൂട്ടുകാരൊക്കെ തീരുമാനിച്ച് അടിച്ചു പൊളിക്കുന്നതിന് വേണ്ടി കുറച്ച് ദിവസം എല്ലാത്തിൽ നിന്നും മറന്നിട്ട് എൻജോയ്മെൻറ്റിന് വേണ്ടി വൈബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും വളരെ വൃത്തികെട്ട കാര്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോയിട്ട് ആവാസത്തരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാത്ര. പ്രിയമുള്ളവരെ, നമ്മളിൽ നിന്നും അള്ളാഹുവിൻ്റെ ഹിഫാലത്തിൻ്റെ മലക്കുകൾ നമ്മളിൽ നിന്നും വിട്ടുപോകുന്ന യാത്രയാണത്. നമുക്കറിയാലോ, ലഹു മുഅഖിബാതുൻ മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാ. അല്ലാഹു പറഞ്ഞത് തഫ്സീറിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയാൽ ഒരു മനുഷ്യൻ്റെ കൂടെ എല്ലാ സമയത്തും മിനിമം 12 മലക്കുണ്ടാവും. മിനിമം. നമ്മൾ അടിസ്ഥാനപരമായി പഠിച്ചത് 2 മലക്ക് എന്നാണ്. നന്മ എഴുതാനൊരു മലക്ക്, തിന്മ എഴുതാനൊരു മലക്ക്. അത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൻ്റെ കൂടെ അവൻ്റെ മുന്നിലും പിന്നിലുമായി 12 മലക്കുകൾ അവന് കാവൽ നിൽക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ലഹു മുഅഖിബാതുൻ മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി, അവൻ്റെ മുൻഭാഗത്തു നിന്നും അവൻ്റെ പിൻഭാഗത്തു നിന്നും. അള്ളാഹുവിൻ്റെ സമയം വരുന്നത് വരെ ഈ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ ഒരുക്കിക്കൊണ്ടേയിരിക്കും. യഹ്ഫദൂനഹു, ഈ മലക്കുകൾ ഈ മനുഷ്യർക്ക് സെക്യൂരിറ്റി ഒരുക്കും. മിൻ അംരില്ലാ, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം. എന്നാൽ പ്രിയമുള്ളവരെ, ഞാനോ നിങ്ങളോ അള്ളാഹുവിന് അനിഷ്ടകരമായ ഒരു യാത്രക്ക് വേണ്ടി പുറപ്പെടുകയാണെങ്കിൽ ആ സമയം അള്ളാഹു തആല ഈ കാവൽ മാലാഖമാരൊക്കെ തിരിച്ചു വിളിക്കും. എന്തായിരിക്കും ആ അവസ്ഥയിൽ ഉണ്ടാവുക? ആ സമയത്തിൽ നമ്മുടെ മരണം നമുക്ക് ആസന്നമാവുകയാണെങ്കിൽ ഇത് അസംഭവ്യമായ കാര്യമൊന്നുമല്ലല്ലോ. നമ്മൾ ആലോചിക്കും, തിരുവനന്തപുരത്തിൻ്റെ അടുത്ത പ്രദേശത്തു നിന്നും അടുത്ത സ്റ്റേറ്റിൽ നിന്നും ഒരാൾ മോഷണം നടത്തുന്നതിന് വേണ്ടി ബൈക്കിൽ തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. ഈ അടുത്തിടന്നൊരു സംഭവമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാല മോഷണം നടത്തുന്നു, പിടിച്ചു പറിക്കുന്നു, അയാൾ തിരിച്ചു പോകുന്നതിനിടയിൽ അയാൾ ആക്സിഡൻ്റായി മരിക്കുന്നു. അള്ളാഹു നമുക്കൊക്കെ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര അപകടകരമായ മരണമാണത്. നമ്മളെ മയ്യത്ത് കണ്ടിട്ട് അയാൾ ഈ അവസ്ഥയിലാണല്ലോ മരിച്ചുപോയത്, ഈ വൃത്തികേടായിട്ടാണല്ലോ മരിച്ചുപോയത് എന്നൊക്കെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന രീതി. അതുകൊണ്ട് വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവർ, അന്യ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ ആവശ്യത്തിനുണ്ട് നമ്മൾ യാത്ര ചെയ്യണം. അത് ഈ പറഞ്ഞതുപോലെ വാജിബോ മുസ്തഹബോ ആണെങ്കിൽ അത് നമ്മൾ യാത്ര ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ ഹറാമിന് വേണ്ടിയിട്ടുള്ള യാത്ര, പ്രത്യേകിച്ച് യുവാക്കളുടെയും യുവതിമാരുടെയൊക്കെ യാത്ര, പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിക്കേണ്ടുന്ന പ്രത്യേകം കാര്യം തന്നെയാണ്. എന്തെല്ലാം അപകട സാധ്യതകൾ. അവിടെ പോയി ആളുകളെ നഷ്ടപ്പെടുന്നു, കാണാതാകുന്നു, കൊല്ലപ്പെടുന്നു, മറ്റെന്തെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നു. നമ്മുടെ മേലുണ്ടാകേണ്ട അള്ളാഹുവിൻ്റെ സംരക്ഷണം ഈ സമയത്ത് നമുക്ക് നഷ്ടപ്പെടുകയാണെന്ന് മാത്രമല്ല, നമ്മൾ നടന്നു പോകുന്ന ഓരോ കാലടി പാദവും അത് ഹറാമിലായിട്ടാണ് സംഭവിക്കുന്നത്. അള്ളാഹു നമുക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മക്ക് വേണ്ടിയിട്ടുള്ള യാത്രയാണെങ്കിലോ ഓരോ കാൽപാദത്തിലും അള്ളാഹുവിൻ്റെ സഹായം. നമുക്കറിയാലോ, 100 ആളെ കൊന്നു ഒരു മനുഷ്യൻ, 99 ആളെ കൊന്നു. അയാൾ ഒരു ആബിദായ മനുഷ്യനോട് ഫത്വ ചോദിച്ചു. അയാൾ പറഞ്ഞു, നിനക്ക് എവിടെ തൗബ കിട്ടാൻ, നിന്റെ ബാബ ആരാണ് മാപ്പാക്കുക? അയാൾക്ക് ദേഷ്യം വരുന്നു, ഇയാളെയും കൊല്ലുന്നു, 100 പൂർത്തിയാക്കുന്നു. അയാൾക്ക് വീണ്ടും കുറ്റബോധം ഉണ്ടാകുന്നു. ആ സംഭവമൊക്കെ അറിയാം, ഞാൻ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. അയാളോട് പറഞ്ഞത് എന്താണ്? നീ യാത്ര പോകണം എന്നാണ് പറഞ്ഞത്. ആ യാത്രയിൽ അയാൾ മരിച്ചു. അയാൾ വേറെ നന്മൊന്നും അയാൾ ചെയ്തിട്ടില്ല. തൻ്റെ മനസ്സൊന്ന് മാറണം, തനിക്കൊരു നല്ല മനുഷ്യനായി അള്ളാഹുവിൻ്റെ അടിമയായി ജീവിക്കണം എന്ന ചിന്തയുണ്ടായിട്ട് ആ നാട്ടിൽ നിന്ന് മറ്റേ നാട്ടിലേക്ക് പോകുന്ന വേളയിൽ മരണപ്പെട്ടപ്പോൾ മലക്കുകൾ വന്നിട്ട് ഫതഹാസമ, പരസ്പരം തർക്കിക്കാൻ തുടങ്ങി.
നരകത്തിൻ്റെ മലക്കുകൾ പറഞ്ഞു, ഇയാൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. 100 ആളെ കൊന്നാളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ അയാൾ സീരിയൽ കില്ലർ എന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്താ വിളിക്കേണ്ടത്? ഇയാളെ വിളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആരെയാണ് സീരിയൽ കില്ലർ എന്ന് വിളിക്കേണ്ടത്? ഇയാൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ആ സംഘം മലക്കുകൾ പറഞ്ഞു. സ്വർഗാവകാശത്തിൻ്റെ മലക്കുകൾ പറഞ്ഞു, അല്ല, അയാൾ കൊന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷെ അയാൾ പുറപ്പെട്ടു, അയാൾ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഏത് മനസ്സോട് കൂടിയിട്ടാണ് യാത്ര ആരംഭിച്ചത്? അള്ളാഹുവിനോട് പശ്ചാത്താപവുമായി പുറപ്പെട്ടവനാണ്. അവസാനം നമുക്കറിയാം, ഹദീസിൽ നബിതങ്ങൾ പറഞ്ഞു, ആ മനുഷ്യനെ സ്വർഗത്തിൻ്റെ മലക്കുകളാണ് കൊണ്ടുപോയത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇതാണ് ഹറാമായ യാത്ര. ഒരു സ്ഥലത്ത് ഹറാം നടക്കുന്നുണ്ട് എന്നറിയാം, നമ്മൾ അവിടത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ അത് ഹറാമിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ഞാൻ ഹറാം ചെയ്യാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് പുറപ്പെടുന്നുണ്ടെങ്കിൽ അതും ഹറാമായ യാത്രയാണ്. ഈ യാത്രകളിൽ നിന്നൊക്കെ ഒരു മുഅ്മിൻ എന്ന നിലക്ക് ഞാനും നിങ്ങളും വിട്ടു നിൽക്കേണ്ടതുണ്ട്. 4ാമത്തെ യാത്ര എന്ന് പറഞ്ഞാൽ മക്രൂഹായ യാത്രയാണ്, കറാഹത്തായ യാത്ര. ആ യാത്ര ചെയ്യാതിരുന്നാൽ നമുക്ക് കൂലി കിട്ടും. ചെയ്താൽ കുറ്റം കിട്ടൂല, പക്ഷെ ചെയ്യാതിരുന്നാൽ നമുക്ക് കൂലി കിട്ടും. അതേതുപോലെ കസ്സഫരി ലാ ലി ഗർളിൻ വലാ ഇലാ മക്കാനിൻ മഖ്സൂദിൻ. അതായത് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ പോവാം. രാവിലെ അങ്ങനെ വണ്ടിയിൽ 2000 രൂപേൻ്റെ എണ്ണ അടിച്ചിട്ട് നമ്മളിങ്ങനെ പോവാം. എവിടെ അവസാനം വണ്ടി നിർത്തണമെന്നും തോന്നുന്നു, അവിടെ നിർത്തിയിട്ട് തിരിച്ചു വരാം എന്നൊരു പ്രതിഭാസം, പുതിയ ലോകത്തെ പ്രതിഭാസമാണ്. നമ്മളിങ്ങനെ ചില ആളുകളൊക്കെ സംഭവം നിൽക്കുമ്പോൾ അത്ഭുതപ്പെടും. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ചുരം കയറിയിട്ട് പോവാം, എന്നിട്ട് അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് തിരിച്ചു വരും. ഇത് കറാഹത്തായത്. ഹറാമെന്ന് പറയാനൊന്നും വകുപ്പില്ല, കാരണം അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഹറാമായ കാര്യത്തിനെല്ലാം. പക്ഷേ ആ യാത്ര ഒഴിവാക്കിയാൽ അവർക്ക് കൂലി കിട്ടും. എന്തുകൊണ്ട്? ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സമയമാണ്. ആ സമയത്തിന് ഇങ്ങനെ വെറുതെ കൊല്ലാനുള്ളതല്ല. അപ്പോൾ ഒരു സ്ഥലം ലക്ഷ്യം വെക്കാതെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ലക്ഷ്യമില്ലാതെ ഒരു യാത്ര പോകൽ അത് കറാഹത്തായ യാത്രയാണ്. അത് ഒഴിവാക്കിയാൽ അവന് കൂലി കിട്ടും, ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടുകയില്ല. എങ്കിലും അവിടെ ദൂർത്ത് കടന്നു വരിക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹറാമുകൾ കടന്നു വരിക എന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതും അപകടകരമായി തീരും. 5ാമത്തെ യാത്ര എന്ന് പറയുന്നത് മുബാഹിൻ, അനുവദനീയമായ യാത്ര. അനുവദനീയമായ യാത്ര ഏതുപോലെ? ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾക്ക് കച്ചവടം ചെയ്യണം, അയാളുടെ സാധന സാമഗ്രികൾ വിൽക്കണം, അതിനൊരാൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരും. ഇത് അനുവദനീയമായ യാത്രയാണ്. ഈ യാത്രയിൽ അയാൾ നല്ല നിയ്യത്ത് വെക്കുകയാണെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ, ഞാനിവിടുന്ന് കോഴിക്കോട് പോയി ഒരു വസ്തു വിൽക്കാൻ വേണ്ടി കോഴിക്കോട് യാത്ര ചെയ്തു എന്നതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് എനിക്ക് കൂലി കിട്ടൂല. പക്ഷെ ഞാൻ നിയ്യത്ത് വെക്കുന്നത് ഈ വസ്തു വിറ്റിട്ട് എനിക്ക് കിട്ടുന്ന ലാഭത്തിൽ അല്ലെങ്കിൽ ഇതിൽ കൂടി കിട്ടുന്ന ഹലാലായ സമ്പാദ്യം കൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിന് നല്ല നിലക്ക് പോറ്റണം, മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കേണ്ടി വരാതെ മാന്യമായി ജീവിക്കണം എന്ന നിലക്കാണ് നമ്മൾ ആ യാത്ര ചെയ്യുന്നത് എങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ യാത്രയും മുസ്തഹബായ യാത്രയുടെ അഥവാ സുന്നത്തായ യാത്രയുടെ ഗണത്തിൽ പെടുമെന്ന് നമുക്ക് പണ്ഡിതന്മാർ മനസ്സിലാക്കി തരുന്നു. അതുപോലെ കസ്സഫിലി തനസ്സുഹി, ഉല്ലാസത്തിന് കൊണ്ട് യാത്ര പോവുക, നമ്മളൊന്ന് മാനസികമായി ഉന്മേഷം ലഭിക്കാൻ. എപ്പോഴും നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ ചടഞ്ഞുകൂടി നിൽക്കുമ്പോൾ മനുഷ്യനാണ് ഒരുതരം മടുപ്പ് അനുഭവപ്പെടും, ഒരുതരം മാനസികമായൊരു ഒരു മുറുക്കം, നമുക്ക് പിരിമുറുക്കം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുടുംബത്തിന് കൂടെ യാത്ര പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ നമ്മൾ യാത്ര പോകുന്നു. അനുവദനീയമായ രീതിയിൽ ആ യാത്ര പോവുകയാണെങ്കിൽ ഇതും ഹലാലായ യാത്രയാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് മുമ്പിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. 2ാമത്തെ കാറ്റഗറി യാത്ര എന്ന് പറയുന്നത് നമ്മൾ പേടിച്ചിട്ട് പോകുന്ന യാത്രയാണ്. ഈ ആദ്യം പറഞ്ഞ വിഭാഗം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആവശ്യമാണ്, നമുക്കവിടെ ചോയ്സ് ഉണ്ട്, നമ്മുടെ ആവശ്യപ്രകാരം പോകുന്നതാണ്. 2ാമത്തെ യാത്ര എന്ന് പറയുന്നത്, വിഭാഗം യാത്ര എന്ന് പറയുന്നത്, നമ്മളവിടെ നിന്ന് പേടിച്ചോടുന്ന യാത്രയാണ്. അത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് പോവുക. അതിൻ്റെ 1ാമത്തത് എന്ന് പറയുന്നത് അവിടെയും വാജിബായ ഓടിപ്പോകൽ വേണ്ടിവരും. അതേതുപോലെ കൽ ഖുറൂജി മിൻ അർദിൻ ഗലബ അലൈഹൽ ഹറാം, ഞാനൊരു നാട്ടിൽ താമസിക്കുന്നു, ആ നാട്ടിൽ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത പ്രവർത്തനങ്ങൾ സർവത്ര നടന്നുകൊണ്ടിരിക്കുന്നു, വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ഞാനിവിടെ താമസിച്ചാൽ ഞാനും ഈ പാപത്തിൻ്റെ വക്താവായി പോകും എന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിൽ നിന്ന് പോകൽ നിർബന്ധമാണ്, ആ നാട്ടിൽ താമസിക്കാൻ പാടില്ല. നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. എങ്ങനെയൊക്കെ പറ്റും ഉസ്താദേ? നമുക്കങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടെടുത്ത വീട്, കഷ്ടപ്പെട്ടെടുത്തുണ്ടാക്കിയ സ്ഥാനം, വീടും സ്ഥലമൊക്കെ വിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണെന്നൊക്കെ ഒരുപക്ഷെ നമ്മൾ പറയുന്നുണ്ടാകാം. പക്ഷെ നമ്മളതൊക്കെ ചെയ്യാറുണ്ടെന്നുള്ളതാണ് സത്യം. ഒരാൾ
ഒരു 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 കുടുംബം കൗൺസിലിങ്ങിന് വേണ്ടി വന്നു. വേറെ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അയാളുമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അയാളെ എവിടെയാണ് ജോലി എന്ന് ചോദിച്ചു, എവിടെയാണ് വീടെന്നും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അയാളൊരു വീടെടുത്തിട്ടുണ്ട്. ഏകദേശം 6 സെൻറ്റ് സ്ഥലത്തിൽ വീടെടുത്തിട്ടുണ്ട്. 10-40 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് സ്ഥലം അയാളുടെ കുടുംബ വഴി കിട്ടിയതാണ്. സാമ്പത്തികമായി ഇട്ടിട്ട് അയാൾ വീടൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഇപ്പം ഞാൻ ആ വീട്ടിലല്ല താമസിക്കുന്നത്, ഞാൻ വേറൊരു കോട്ടേഴ്സിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ കഷ്ടപ്പെട്ടൊരു വീടെടുത്തിട്ടുണ്ടല്ലോ, 10 വർഷത്തോളം അയാൾ അവിടെ താമസിച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാണ് നിങ്ങളൊരു പുതിയ കോട്ടേഴ്സിലേക്ക് മാറിയത്? നിങ്ങളവിടെ വാടകയും കൊടുത്ത് നിൽക്കണമല്ലോ, ഈ പറയപ്പെട്ട ഒരു സൗകര്യം കിട്ടൂല, പിന്നെ സ്വന്തം കഷ്ടപ്പെട്ടെടുത്ത വീട് ഉപേക്ഷിച്ച് പോയി എന്ന മാനസിക പ്രയാസം ഉണ്ടാവും. അപ്പോൾ അയാൾ പറഞ്ഞു, അയാളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു. എന്തൊക്കെ ചില സാമ്പത്തികവും അതുപോലെ തന്നെ മാനസികമായ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായപ്പോൾ അയാൾ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരാളെ കൊണ്ടുവന്നു, ഒരു ഉസ്താദിനെ അയാൾ കൊണ്ടുവന്നു. ആ ഉസ്താദ് അവിടെ കുറഞ്ഞ നേരം സമയം ചെലവഴിച്ചു. എന്നിട്ട് അയാളോട് ചോദിച്ചു, നിങ്ങൾ ഈ വീട്ടിലാണോ താമസിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അതേ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഉടനെ മാറണം എന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടെ നിന്ന് ഉടനെ മാറണം, ഇവിടെ ജിന്നിൻ്റെ ശല്യമുണ്ട്, ഇവിടെ ഭയങ്കരമായ ജിന്നിൻ്റെ ശല്യമുണ്ട്, നിങ്ങളിവിടെ താമസിക്കാൻ വേണ്ടി പാടില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു പരിചയമില്ല. ഈ വ്യക്തിയും ഈ ഉസ്താദ് തമ്മിൽ അങ്ങനെ ഭയങ്കര വ്യക്തിബന്ധമുള്ള ആളെന്നല്ല. ആരോ ഒരാൾ പറഞ്ഞെടുത്തു, അങ്ങനെ വരെ ഇയാളെ കോൺടാക്ട് ചെയ്യുന്നു, ഇയാൾ വരുന്നു. കുറഞ്ഞ മിനിറ്റുകളാണ് ഇദ്ദേഹം ആ വീട്ടിൽ നിന്നത്. ആ വീട്ടിൽ നിന്നപ്പോൾ അയാൾക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നി. എന്നിട്ട് അയാൾ പറയുകയാണ്, നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല, ഇവിടെ ജിന്നിൻ്റെ ശല്യമുണ്ട്, നിങ്ങൾ പോകണം. ഇയാൾ ഒരു 50 വയസ്സുള്ള ആളാ. അയാൾക്ക് ചിന്തിക്കണ്ട, അയാൾ ഈ പറയുന്നതിന് എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ, എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ? അയാൾ അന്നേക്ക് പിറ്റേന്ന് അയാൾ അവിടെ നിന്ന് സ്ഥാനം മാറി. അയാൾ ആ വീട് മറ്റുള്ളവർക്ക് വാടക കൊടുത്തു. കുറേ കാലം പൂട്ടിയിട്ട് കിടക്കേണ്ടി വന്നു. അയാൾ ഇപ്പോൾ വാടക താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അയാളോട് ചോദിച്ചു, ഈ പറഞ്ഞ വ്യക്തി അള്ളാഹു ആണോ, ഈ പറഞ്ഞ വ്യക്തി റസൂലാണോ? ഇനി ഏറ്റവും ചുരുങ്ങിയത് ഒന്നും വേണ്ട, ഞാനാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇനി ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചു ചോദിക്കൂലേ എന്താ അതിൻ്റെ കാരണം എന്ന്? അപ്പോൾ അവിടെ അവരുടെ കുടുംബക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് ചർച്ചയ്ക്ക് വന്നപ്പോൾ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ 10 വർഷം അവിടെ താമസിച്ചു എന്ന് പറഞ്ഞു. ഈ ഭർത്താവ് ഗൾഫിലുള്ള സമയത്ത് ഈ സ്ത്രീ അവിടെ ഒറ്റയ്ക്ക് താമസിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 6 വർഷത്തോളം ആ സ്ത്രീ ഒറ്റയ്ക്ക് കുട്ടികളെ കൊണ്ട് താമസിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ജിന്നിൻ്റെ ശല്യം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഉണ്ടാവോ? ജിന്നിൻ്റെ ശല്യം ഉണ്ടാവോ? ശല്യം ഉണ്ടാകാം, സാധ്യമാണ്. ഞാൻ ചോദിച്ചു, ഈ 6 വർഷത്തിൻ്റെ ഇടയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടോ? രാത്രി അശരീരികൾ കേൾക്കുന്നു, അങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. ആളുണ്ടാവില്ല, രൂപം ഉണ്ടാവില്ല, ശബ്ദം മാത്രം ഇങ്ങനെ കേൾക്കുന്നു, പാത്രങ്ങൾ പൊട്ടുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും തീപിടുത്തുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? ഈ 6 വർഷത്തിൻ്റെ ഇടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആ സ്ത്രീക്കടക്കം അമർഷമുണ്ട് ഈ ഭർത്താവിൻ്റെ പ്രവൃത്തിയിൽ. പ്രിയമുള്ളവർ, ഇന്നും മാറിയിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന് പറ്റാവുന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുത്തു. പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ ഒരു ഭയം, ജിന്ന് കൂടുമോ അല്ലെങ്കിൽ ജിന്ന് എന്നെ അറ്റാക്ക് ചെയ്യുമോ എന്ന് ഭയം വന്നപ്പോൾ അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ 10-40 ലക്ഷം കൊടുത്തുണ്ടാക്കിയ വീട് അയാൾ ഉപേക്ഷിക്കാൻ തയ്യാറായി. എന്നിട്ട് അയാളെ നമ്മളെ ഭാഷ പറഞ്ഞ നിന്ദ്യമായിട്ട് വളരെ പ്രയാസത്തിൽ മറ്റൊരു വീട്ടിൽ താമസിച്ചുകൊണ്ട്. ഇങ്ങനത്തെ പല കഥകൾ നമുക്ക് കാണാം. വീട്ടിൻ്റെ ഉമ്മറപ്പടികൾ മാറ്റിയ ചരിത്രങ്ങൾ നമ്മുടെ കുടുംബത്തിൽ പലയിടത്തും ഉണ്ടാവും. ആൾ വരും, ഇപ്പോൾ സ്റ്റെപ്പിൻ്റെ എണ്ണം കുറവാണ്, അതുകൊണ്ട് സ്റ്റെപ്പ് ഇപ്പുറത്തുണ്ടാക്കണം, എന്നിട്ട് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് എടുത്ത് വീട് വീണ്ടും ഉണ്ടാക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതൊന്നും ശറഅ് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, ഇതൊന്നും അല്ലാഹു റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ മനസ്സിൻ്റെ വൈകല്യം എന്നല്ലാതെ ഇതിനെപ്പറ്റി നമുക്കൊന്നും പറയാനില്ല. അതേസമയം ശറഅ് പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അല്ലാഹു തആല ചില ആളുകളെ മഹ്ശറിൽ ഹാജരാക്കും. എന്നിട്ട് ചോദിക്കും, എന്തേ നിങ്ങൾ എന്നെ വഴിപ്പെട്ട് ജീവിച്ചില്ല, എന്തേ നിങ്ങളെന്നെ വഴിപ്പെട്ട് ജീവിച്ചില്ല? അവർ പറയും, ഖാലു കുന്ന മുസ്തദഅഫീന ഫിൽ അർദ്. പടച്ചോനെ, ഭൂമിയിൽ ഞങ്ങൾ താമസിച്ച സ്ഥലം നിന്നെ അനുസരിക്കാൻ സൗകര്യമുള്ള സ്ഥലമായിരുന്നില്ല. അവിടെ ഈ പറഞ്ഞതുപോലെ പാപങ്ങളും വിദ്വേഷങ്ങളും ഈ പറഞ്ഞതുപോലെ വൃത്തികേടുകൾ നടക്കുന്ന സ്ഥലമായിരുന്നു. അങ്ങനെ ഞങ്ങളും സ്വമേധയാ അതിൻ്റെ ഭാഗമായി പോയി എന്നിവർ പറയുമ്പോൾ അവരോട് ചോദിക്കപ്പെടും, അലം തകുൻ അർദുല്ലാഹി വാസിഅതൻ, എന്താ അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമല്ലേ, നിങ്ങൾക്ക് ഫതുഹാജിറു ഫീഹാ, അവിടെ നിന്നും നിങ്ങൾക്ക് ആ നാടിനെ ഉപേക്ഷിച്ച് യാത്ര ചെയ്യുമായിരുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇവിടെയാണ് ഈ സഫർ വാജിബാകുന്നത്. നമ്മൾ താമസിക്കുന്ന സ്ഥലം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം ഒരു നിലക്കും ഇവിടെ ഹറാമെന്ന് മാറി നിന്ന് ചെയ്യാൻ സാധ്യമാവൂല എന്ന് കണ്ടാൽ ഈമാൻ നിലനിർത്തണോ, അതല്ല നിങ്ങളുടെ വീടും സ്ഥലവും നിലനിർത്തണം, അത് മനസ്സിലാക്കി തരാൻ ഞാൻ ഈ സംഭവം പറഞ്ഞത്. മനുഷ്യന്മാരങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ. പ്രിയമുള്ളവരെ, അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ നാടും വീടും വിട്ടിട്ട് ഹിജ്റത്ത് ചെയ്യൽ നിർബന്ധമാണ്.
ആ യാത്ര വാജിബം. അത് വീടാകട്ടെ, ജോലി ചെയ്യുന്ന സ്ഥാപനമാകട്ടെ, നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാകട്ടെ, ഇവിടങ്ങളിലൊക്കെയും തന്നെ ഇത് നമുക്ക് ബാധകമാണ്. രണ്ടാമത്തത് മുസ്തഹബായ യാത്രയാണ്. ഓടിപ്പോകുന്ന യാത്രകളിൽ രണ്ടാമത്തത് മുസ്തഹബ് എന്ന് പറഞ്ഞാൽ പ്രദേശത്ത് ഈ പറഞ്ഞതുപോലെ വൃത്തികേടുകളല്ല നടക്കുന്നത്. ഭയങ്കരമായ വൃത്തികേടുകളൊന്നുമില്ല, എന്നാൽ പാപങ്ങളുണ്ട്, ബിദ്അത്തുകളും അന്ധവിശ്വാസങ്ങളും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് പൂർണ്ണാർത്ഥത്തിൽ അതിനോട് പ്രതികരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നല്ലത് പോകലാണ്. പക്ഷെ അവിടെ നിൽക്കാം, പ്രയാസമില്ല, നിങ്ങൾക്ക് നിൽക്കാം. പക്ഷെ നല്ലത് നിങ്ങൾക്ക് പോകലാണ്. മറ്റൊന്ന് ഹറാമായ യാത്രയുണ്ട് ഇവിടെയും. എന്ന് പറഞ്ഞാൽ ഹറാമായ യാത്ര ഏതാ? ഒന്ന് ഈ പറഞ്ഞതുപോലെ ഒരു നാട്, നിങ്ങൾ ആ നാട്ടിൽ താമസിക്കുന്നു, നിങ്ങളാണ് ആ നാട്ടിൽ ദീനിയായ ഒരു ചുറ്റുപാട് ഉണ്ടാക്കേണ്ട കുടുംബം. അങ്ങനത്തെ ചില കുടുംബങ്ങളുണ്ട്, സാമൂഹികമായിട്ട് തന്നെ പരമ്പരാഗതമായിട്ട് തന്നെ ദീനീ ചുറ്റുപാടിൽ വളർന്നൊരു കുടുംബം. നിങ്ങൾ ആ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ആ നാട്ടിൽ ദീനിയായ അന്തരീക്ഷം ഉണ്ടായിത്തീരും, ദീനിയായ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഒന്നടങ്കം അവിടുന്ന് യാത്ര ചെയ്തു പോകാൻ പാടില്ല. യാത്ര വന്നാൽ ഉപേക്ഷിച്ച് പോകാൻ പാടില്ല എന്നതിൻ്റെ അർത്ഥം. കാരണം നിങ്ങൾ അവിടെ പോയാൽ അവിടെ ദീനീ പശ്ചാത്തലം ഇല്ലാത്തൊരു കാര്യം വരും. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപകടകരമായി തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം യാത്രയ്ക്ക് ഈ രീതിയിലുള്ള കാഴ്ചപ്പാടുകളൊക്കെ വെച്ചിട്ടുണ്ട്. മറ്റൊന്ന് കറാഹത്തായ യാത്ര. കറാഹത്തായ യാത്ര എന്താണ്? നമ്മൾ നിൽക്കുന്ന നാട്ടിൽ ഒരു പകർച്ചവ്യാധി വന്നു. നമ്മൾ കൊറോണ സമയത്ത് ഈ സംഭവം വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഒരു പകർച്ചവ്യാധി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ നാട്ടിൽ നിന്നും പുറത്തേക്ക് യാത്ര ചെയ്ത് പോകാൻ പാടില്ല. ഇത് കറാഹത്താണ്. പോയാൽ കുറ്റമില്ല, പക്ഷേ പോയിട്ടില്ലെങ്കിൽ കൂലി. എന്താണ്? ഇപ്പം ഞാൻ ആ പകർച്ചവ്യാധിയുള്ള നാട്ടിൽ നിന്ന് മറ്റേ നാട്ടിലേക്ക് പോയി, ആ നാട്ടുകാരനിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഈമാൻ ബലഹീനമായി പോകാൻ സാധ്യതയുണ്ട്. എന്താ കാര്യം? അവൻ പറയും, ഇയാൾ വന്ന് നമ്മുടെ നാട്ടിൽ താമസിച്ചത് കൊണ്ടാണ് ആ രീതിയിലുള്ള പകർച്ചവ്യാധി വന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു നാട്ടിൽ ഒരു ത്വാഊന് വന്നാൽ, ഈ രീതിയിലുള്ള പകർച്ചവ്യാധികൾ വന്നാൽ ആ നാട്ടിലുള്ള ആളുകൾ പുറത്തേക്ക് പോകാൻ പാടില്ല, ആ നാട്ടിലേക്ക് മറ്റുള്ളവരും വരാൻ വേണ്ടി പാടില്ല. ചികിത്സക്ക് വേണ്ടിയിട്ടുള്ള ഭിക്ഷകരന്മാർ, വൈദ്യന്മാരൊഴികെ മറ്റ് രീതികൾ പാടില്ല എന്ന ഒരു ക്വാറന്റൈൻ സിസ്റ്റം, ഈ രീതിയിലുള്ള ആ ഒരു രീതിയിൽ ഒരു അകൽച്ച എത്തിക്കുന്ന രീതി പരിശുദ്ധമായ ശരീഅത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. യാത്ര കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഒരുപാട് പ്രയോജനങ്ങൾ, മാനസികമായി പ്രയോജനമുണ്ട്, ആത്മീയമായ പ്രയോജനമുണ്ട്, ഒക്കെ സാമ്പത്തികമായ പ്രയോജനമുണ്ട്, വൈജ്ഞാനികമായ പ്രയോജനമുണ്ട്. അതിലൊന്ന് തഫ്രീജുൽ ഹമ്മി, മനസ്സിൻ്റെ ദുഃഖങ്ങൾക്കും ക്ലേശങ്ങൾക്കും ഒക്കെ ഒരു ആശ്വാസം നമുക്ക് യാത്രയിൽ കൂടി കിട്ടും. അറബിയിൽ ചൊല്ല് പറയാറുണ്ട്, അൽ ബറക്കാത്തു മഅൽ ഹറക്കാത്ത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ബറക്കത്ത് ഉണ്ടാവുക ചലനത്തിൽ കൂടിയിട്ടാണ്. എപ്പോഴും ഒരേ സ്ഥലത്ത് താമസിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ അറിവ്, അനുഭവം, അതുപോലെ മാനസികാവസ്ഥക്ക് ഒരു പ്രത്യേക രീതിയിലായിരിക്കും. നേരെ മറിച്ചിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ, പ്രത്യേകിച്ച് വളരെ പ്രയാസവും ടെൻഷനൊക്കെ അനുഭവിക്കുന്ന ആളാണെങ്കിൽ, അനുവദനീയമായ യാത്രയാണ് നടത്തുന്നതെങ്കിൽ അവർക്ക് മാനസികമായ ഒരു ഉന്മേഷം ലഭിക്കും. കാരണം എപ്പോഴും ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ ആ പ്രശ്നത്തിൻ്റെ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്, നിരന്തരം ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എൻ്റെ ചിന്തയിൽ ഇതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം, വേറൊന്നും ചിന്തിക്കാൻ പോലും പറ്റൂല. പക്ഷെ നമ്മൾ യാത്ര പോവുകയാണ്, യാത്ര ചെയ്ത് പോകുമ്പോഴാണ് റെയിൽവേ സ്റ്റേഷൻ്റെ തിണ്ണുകളിൽ ഇങ്ങനെ ഭക്ഷണം ഇല്ലാതെ അല്ലെങ്കിൽ ആ രീതിയിൽ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്നത് കാണുമ്പോൾ മനസ്സുകൊണ്ട് പറയാം, അൽഹംദുലില്ലാ, കയറി കിടക്കാൻ എനിക്കൊരു വീടുണ്ടല്ലോ, ഉച്ചയ്ക്ക് പോയാൽ തിന്നാൻ ഭക്ഷണം വിളമ്പിത്തരാൻ എനിക്ക് ഭാര്യ ഉണ്ടല്ലോ, മക്കളുണ്ടല്ലോ, ഒന്നുമില്ലെങ്കിൽ ആരുടെ മുമ്പിലും കൈനീട്ടി ജീവിക്കാൻ മാന്യമായ ശമ്പളം എനിക്കുണ്ടല്ലോ എന്നൊക്കെ തോന്നണമെങ്കിൽ ഈ കാഴ്ചകൾ കാണണം. ഈ കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മൾ യാത്ര ചെയ്യണം. ആ യാത്രകൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടുക. നമ്മൾ ഉത്തരേന്ത്യകളൊക്കെ യാത്ര ചെയ്ത് നോക്കി, ആ യാത്ര ചെയ്ത് പോകുമ്പോൾ കുടിലുകളിൽ ജീവിക്കുന്നവർ, കുപ്പയുണ്ട്. ഡൽഹിയിലൊക്കെ പോയാൽ നമുക്ക് കാണാം, വേസ്റ്റ് ഇടുന്ന വലിയ, ഓൾഡ് ഡൽഹിയിൽ പോയാൽ കാണാം വേസ്റ്റ് ഇടുന്ന വലിയ സ്ഥലങ്ങൾ, കൂന പോലെ പർവ്വതക്കണക്ക് സമാന നിലയ്ക്ക് ഇങ്ങനെ വേസ്റ്റ് ഇട്ടിട്ടുണ്ടാകും. ആ വേസ്റ്റിൻ്റെ താഴെ കുടില് കെട്ടി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, മനുഷ്യക്കോലങ്ങൾ, മനുഷ്യജന്മങ്ങളുണ്ട്. എന്നിട്ട് ഈ കുപ്പത്തൊട്ടിയിലുള്ള ഈ വേസ്റ്റിൽ ബാക്കി വന്നിട്ടുള്ള, മിച്ചം വന്നിട്ടുള്ള റൊട്ടി കഷ്ണങ്ങളും പത്തിരി കഷ്ണങ്ങളും ആളൊക്കെ കുടിച്ചു ചാടിയ ടിന്നും, ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ, കൂൾ ഡ്രിങ്ക്സിൻ്റെ ഒക്കെ ടിന്നുകളിൽ ബാക്കിയുള്ളതൊക്കെ അതൊക്കെ കുടിച്ച് ജീവിക്കുന്ന കുറേ മനുഷ്യരൂപങ്ങളെ കാണുമ്പോഴാണ് നമ്മളൊക്കെ മനസ്സിലാക്കുക, പടച്ചവൻ നമുക്ക് എത്ര നിഅമത്താണ് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ തഫ്രീജുൽ ഹമ്മ്, മനുഷ്യൻ്റെ മനോദുഃഖത്തിന് ഒരു പരിധിവരെ ഈ യാത്രകൾ സഹായിക്കും എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഇക്തിസാബുൽ മഈഷ, രണ്ടാമത്തെ കാര്യം, നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഉപജീവന മാർഗ്ഗങ്ങൾ, നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും കച്ചവടക്കാർക്കൊക്കെ അത് പെട്ടെന്ന് കണക്റ്റ് ആവും. അവർ യാത്ര ചെയ്ത് പോകുമ്പോഴാണ് പുതിയ പുതിയ ആളുകളെ കാണുന്നു, അവർക്ക് ആ രീതിയിലുള്ള പുതിയ കണക്ഷൻസ് ഉണ്ടാവുകയും അവരുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഹുസൂലുൽ ഇൽമി വൽ അദബി, നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരുപാട് മഹത്തുക്കളുമായി നമുക്ക് സംവദിക്കാൻ വേണ്ടി പറ്റും, പണ്ഡിതന്മാരെ നമുക്ക് കണ്ടുമുട്ടാൻ വേണ്ടി പറ്റും, ആ പണ്ഡിതന്മാരിൽ നിന്ന് അറിവുകൾ നമുക്ക് ശേഖരിക്കാൻ വേണ്ടി പറ്റും. പ്രിയമുള്ളവർ, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിവിഗതികൾ മാറ്റിമറിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ എപ്പോഴും നമുക്ക് കടന്നു വരും. നമ്മളെല്ലാ ആളുകളുടെയും ജീവിതത്തിൽ വലിയ സ്ഥാനങ്ങളിലെത്തിയ ആളുകളൊക്കെ ചരിത്രം പഠിച്ചു നോക്കിയാൽ അവരെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരാൾ എപ്പോഴും കടന്നു വന്നിട്ടുണ്ടാവും. ഈ ഒരാൾ എവിടെ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അത് ഏതോ ഒരു പോയിന്റിൽ അല്ലാഹു അവിടെ വെച്ചിട്ടുണ്ട്, സൂക്ഷിപ്പായി വെച്ചിട്ടുണ്ട്. ഈ പോയിന്റ് എത്തുന്നത് വരെ നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കണം. അതൊരു പക്ഷേ ഒരു പട്ടിണി പാവപ്പെട്ടവനായിരിക്കാം, അതൊരു പക്ഷേ ഏതെങ്കിലും ഒരു പണ്ഡിതനായിരിക്കാം, അല്ലെങ്കിൽ അതല്ല ചിലപ്പോൾ മുസ്ലിം പോലും ആയിരിക്കൂല, ഒരു അമുസ്ലിം ആയിരിക്കാം. നിങ്ങളുടെ കണ്ണുകൾ തുറപ്പിച്ചു തരുന്നത്, നിങ്ങളുടെ കണ്ണുകൾ തുറപ്പിച്ചു തരുന്നത്. പ്രിയമുള്ളവരെ, ഈ രീതിയിൽ നമ്മളങ്ങനെ ഇൽമ് നേടുന്നതിന് വേണ്ടി, അറിവ് നേടുന്നതിന് വേണ്ടി നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോൾ ആ യാത്രയിൽ കൂടി നമുക്ക് വലിയ ലാഭമാണ്. അല്ലാമ റൂമി റഹിമഹുല്ലാ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, മസ്നവി, യൂറോപ്പിലെ കവിതാക്കളും പ്രണയത്തിൻ്റെ ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ആളുകളാണ് റൂമിയുടെ കോട്ട്സും റൂമിയുടെ കവിതാ ശകലങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ സുലഭമായി ഇങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ അതൊക്കെ ഉപയോഗിക്കുന്ന കോണ്ടെക്സ്റ്റ് മോശമായ കോണ്ടെക്സ്റ്റിലാണെന്നേ ഉള്ളൂ. പക്ഷെ അല്ലാമ റൂമി ഒരിക്കലും ഭൗതിക പ്രണയത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വന്ന ആളല്ല. ആണും പെണ്ണും തമ്മിലുള്ള പ്രണയത്തിനെ, ഹറാമായ പ്രേമത്തിനെ കൊണ്ടുവരാൻ വന്ന ആളല്ല റൂമി. അല്ലാമ റൂമി റഹിമഹുല്ലാ അള്ളാഹുവിനെ പ്രണയിച്ച മനുഷ്യനാണ്. ആ അള്ളാഹുവിനെ പ്രണയിച്ചിട്ട് അയാൾ എഴുതിയ കവിതകളും അയാൾ എഴുതിയ വാചകങ്ങളുമാണ് കോണ്ടെക്സ്റ്റ് മാറ്റിയിട്ട് ഇന്ന് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാമ റൂമി റഹിമഹുല്ലാ അങ്ങനത്തെ ഒരാളായിരുന്നില്ല. അദ്ദേഹം സാധാരണ ആളുകളെ പോലെ പഠിച്ച് വലിയ ഉയർന്ന അവസ്ഥയിലെത്തി, ഭയങ്കര പ്രാസംഗികൻ, താർക്കികൻ, അങ്ങനെ ഇൻ്റലക്ച്വലി ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇന്ന് കണ്ട റൂമിയായി മാറിയത്? അത് ഒരേ ഒരാളാണ്. അയാളെ പേര് നമുക്ക് അറിയണ്ടാവില്ല ഒരു പക്ഷേ. അത് ഷംസ് തിബ്രീസി എന്ന് പറയുന്നൊരു വ്യക്തിയായിരുന്നു. റൂമിയെ ഇന്ന് കാണുന്ന റൂമിയാക്കി മാറ്റിയത് ഷംസ് തിബ്രീസിയാണ്. ഷംസ് തിബ്രീസിൻ്റെ കൂടെ അല്ലാമ റൂമി റഹിമഹുല്ലാ 3 ദിവസം മാത്രമേ താമസിച്ചിട്ടുള്ളൂ. ഒരു പ്രസംഗം കഴിഞ്ഞിട്ട് അദ്ദേഹം പോകുന്ന സന്ദർഭത്തിലാണ് ഈ തിബ്രീസിയെ കണ്ടുമുട്ടുന്നത്. ഷംസ് തിബ്രീസി വലിയ ആളും വാളും പരിവാരങ്ങളുമുള്ള അല്ലാമ റൂമി റഹിമഹുല്ലാ ഷംസ് തിബ്രീസിൻ്റെ വാചകങ്ങളിൽ സ്വാധീനിക്കപ്പെട്ട് തിബ്രീസിൻ്റെ കൂടെ താമസിക്കുന്നു. 3 ദിവസമാണ് താമസിച്ചത്. അല്ലാമ റൂമി റഹിമഹുല്ലാ വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത അറിവിൻ്റെ മറുപുറം ഷംസ് തിബ്രീസിയിൽ നിന്ന് കണ്ടെടുത്തു. അല്ലാമ റൂമി റഹിമഹുല്ലാ മാറി. പിന്നെ മാറിയ റൂമിയാണ് നമ്മളൊക്കെ ഇന്ന് അറിയുന്നത്. പക്ഷെ മാറാൻ കാരണക്കാരനായ ഷംസ് തിബ്രീസിയെ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്ത് കാണാറില്ല. അതിലൊക്കെ ചിലപ്പോൾ അക്കാഡമിക്കൽ ഡിസ്കഷനിലൊക്കെ അത് വരാറുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന, നമ്മുടെ ചിന്തകളെ, നമ്മുടെ അറിവിനെ, നമ്മുടെ തിരിച്ചറിവിനൊക്കെ മാറ്റിമറിക്കുന്ന ഒരു വ്യക്തി എവിടെയെങ്കിലും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും. ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ യാത്രകൾ നടത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ ഉപകാരങ്ങൾ കിട്ടുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വലിയൊരു കാര്യം എന്നല്ല യാത്ര ചെയ്യുക എന്ന് പറയുന്നത്. നമുക്കൊരു യാത്ര പോകണം തോന്നിയാൽ ഒന്ന് കുളിച്ച് മാറ്റി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വണ്ടിക്ക് പെട്രോൾ ഒഴിച്ച് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ നമ്മളെ കൂട്ടുകാരൻ കൂട്ടി പോകാം. ഇവിടെ നമ്മുടെ കൂടെ കൂട്ടേണ്ട നമ്മുടെ കുറച്ച് ആളുകളുണ്ട്. നമ്മുടെ ഭാര്യ, നമ്മുടെ ഉമ്മ, നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ മക്കൾ, ഇവരൊക്കെ യാത്ര ചെയ്ത് കൊണ്ടുപോകേണ്ടത് ആരാണ്? നമുക്കറിയില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഷറ അനുവദിച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് അവരെ വീട്ടിൻ്റെ ഉള്ളിൽ പൂട്ടണം എന്നല്ല അതിൻ്റെ അർത്ഥം. അതിനങ്ങനെ വ്യാഖ്യാനം നൽകിയത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകുന്നത്. സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവളെ വീട്ടിനുള്ളിൽ പൂട്ടിയിടണം എന്നല്ലല്ലോ. സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്, അവളെ യാത്ര ചെയ്ത് കൊണ്ടുപോകണം എന്നാണ്. പ്രിയമുള്ളവരെ, ഒരു പക്ഷെ ഭാര്യയെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടാവും. ഭാര്യ നമ്മൾ അതും കൊണ്ടുപോകാത്ത ആളുകളുണ്ട്. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് ആദ്യമായിട്ട് ഹണിമൂണ് പോയിട്ടുണ്ടാവും. അത് വല്ലാത്തൊരു മൂണാണല്ലോ. ആ ഹണിമൂണ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു യാത്ര, കുടുംബത്തിലെ ആരെങ്കിലും മരിക്കണം, കുടുംബത്തിലൊരു കല്യാണം നടക്കും. ഈ യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ കശ്മീറും കുളുവും മണാലിയും അല്ലെങ്കിൽ തായ്ലൻഡും മലേഷ്യയൊന്നും പോകാൻ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങളുടെ ജില്ലയിലുള്ള, നിങ്ങളുടെ സ്റ്റേറ്റിലുള്ള, നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ദിവസത്തെ യാത്ര, ഒരു 2 ആഴ്ച കൂടുമ്പോഴോ മാസത്തിലൊരിക്കലോ ഒരു 6 മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങളൊന്ന് പോയിരിക്കും. ആ ഉല്ലാസത്തിലിരിക്കും, കടൽ തീരത്തിരിക്കും. എല്ലായ്പ്പോഴും വീട്ടിലിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി മക്കളെ നോക്കി
അവർ മടുത്തൊരു പരുവത്തിലായിരിക്കുകയാണ്. പിന്നെ ഇത് പറയാൻ പറ്റൂലല്ലോ. ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് എന്ത് കിട്ടും എന്ന നല്ല മനസ്സുള്ളത് കൊണ്ടാണ് നമ്മുടെ ഭാര്യമാരും അല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാരും ഇത് പറയാത്തത്. നമ്മൾ കൂട്ടിക്കൊണ്ട് പോകണം. ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ചില രംഗങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഈയിടെ കണ്ടപ്പോൾ ഒരു വലിയ ടെമ്പോ ട്രാവലർ കാണാൻ. ആ ടെമ്പോ ട്രാവലറിന് ഇറങ്ങി വരുന്ന ആളുകളിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ ഒരു പ്രായമായ സ്ത്രീ, മിനിമം ഒരു 80 വയസ്സെങ്കിലും ആ സ്ത്രീക്ക് ഉണ്ടാവും. ആ സ്ത്രീക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. രജിസ്ട്രേഷൻ നോക്കുമ്പോൾ നമ്മളെ ജില്ലക്കാരല്ല. ആ സ്ത്രീയെ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് മക്കൾ ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ നടത്തുകയാണ്. ആ സ്ത്രീ ഇങ്ങനെ കടലിൻ്റെ ലാവണ്യവും കടലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കുകയാണ്. നമ്മുടെ മതസ്ഥരൊന്നല്ല പ്രിയമുള്ളവരെ, നമ്മൾ കൊണ്ടുപോകേണ്ട ആളുകളാണ്. നമ്മുടെ ഉമ്മമാരെ നമ്മൾ കൊണ്ടുപോകണം. അവരും ലോകത്തിൻ്റെ അനുഭവങ്ങൾ, ഹലാലായ അനുഭവങ്ങൾ ആസ്വദിക്കട്ടെ. ഹലാലായ അനുഭവങ്ങൾ ആസ്വദിക്കാൻ ശറ ഒരിക്കലും നമുക്ക് തടസ്സം നിന്നിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട ഒരു വിശാലമായ കാഴ്ച ഇതാണ്. അതിൽ നമ്മൾ ഹലാലിനെ നമ്മൾ മനസ്സിലാക്കണം, ഹറാമിനെ മനസ്സിലാക്കണം. ഒന്നിനെയും പൂർണ്ണമായി കാടടച്ച് വെടിവെക്കുന്ന രീതി ശരീഅത്തിൽ നല്ലതല്ല. അത് നമ്മുടെ സമൂഹത്തിൽ ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് യാത്രയുമായി ബന്ധപ്പെട്ട ചില വിധിവിലക്കുകൾ ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് വരുന്ന ഖുതുബകളിൽ നമുക്ക് ചർച്ച ചെയ്യും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.